ഹായ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെപ്ലിക്കേഷൻ ആണ്. മോളിക്കുലർ ജെനറ്റിക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പ്രീവിയസ്ലി ഇത് എസ് എ ആയിട്ടും ലോങ് എസ് എ ആയിട്ടും ഷോർട്ട് എസ് എ ആയിട്ടും ഷോർട്ട് ആൻസേഴ്സും എന്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. സോ ഇതിന്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ടത് ഡെഫിനിഷൻ പഠിക്കണം, പിന്നെ ഡിഫറെന്റ് പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ് ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ് അത് പ്രൊകാരിയോട്സിലും യുക്കാരിയോട്സിലും ഡിഫറെന്റ് ആണ്, അത് പഠിക്കണം. പ്രോസസ്സസ് അതും ഡിഫറെന്റ് ആണ്, യുക്കാരിയോട്സ് ആൻഡ് പ്രൊകാരിയോട്സ്. ആൻഡ് ഫൈനലി ഇൻഹിബിറ്റേഴ്സ് ഓഫ് റെപ്ലിക്കേഷൻ, അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഷോർട്ട് നോട്ട് ആയിട്ടും ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാവുന്നതാണ്. സോ നമ്മൾ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയുന്നതാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി, അതായത് ഈ DNA ടു RNA ടു പ്രോട്ടീൻ. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്, അത് ജസ്റ്റ് ഒന്ന് ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. ദെൻ വിൽ ബി ഗോയിങ് ടു റെപ്ലിക്കേഷൻ. സോ ഫസ്റ്റ് ഇതിന്റെ ഡെഫിനിഷൻ. സോ ഡെഫിനിഷൻ പ്രോപ്പർ ആയിട്ട് ടെക്സ്റ്റിൽ നിന്ന് നോക്കുന്നതാണ് നല്ലത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ബേസിക് എന്ന് പറയുന്നത് ഒരു പാരന്റ് DNA സെഗ്മെന്റ് അല്ലെങ്കിൽ പാരന്റ് DNA നിന്ന് അതിന്റെ ഓരോ സ്റ്റാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് ഐഡന്റിക്കൽ ഡോട്ടർ DNA ഉണ്ടാവുക, ഇതാണ് ബേസിക് ആയിട്ടുള്ള അതിന്റെ ഐഡിയ. സോ ഇവിടെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് ഇൻ നേച്ചർ. നമുക്കറിയാം മെസൽസൺ ആൻഡ് സ്റ്റാൾസ് എക്സ്പെരിമെന്റ് വെച്ച് ആണ് നമ്മളിത് പ്രൂവ് ചെയ്തിരിക്കുന്നത്, സെമി കൺസർവേറ്റീവ് നേച്ചർ. അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെയാണ് ഇതിന്റെ ബേസ് പെയറിംഗ് റൂൾ. ചാഗാഫിന്റെ ബേസ് പെയറിംഗ് റൂൾ ഫോളോ ചെയ്തിട്ടാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. ദെൻ വി വിൽ ബി ഫസ്റ്റ് ഡിസ്കസിങ് അബൌട്ട് പ്രൊകാരിയോട്ടിക് DNA റെപ്ലിക്കേഷൻ. സോ പ്രൊകാരിയോട്ടിക് DNA റെപ്ലിക്കേഷനിൽ ഫസ്റ്റ് നമ്മൾ ഡിഫറെന്റ് പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ അകത്ത് വരുന്നതാണ് DNA A പ്രോട്ടീൻ, പിന്നെ വരുന്നതാണ് ഹെലിക്കേസ് അഥവാ DNA B. ദെൻ ടോപ്പോഐസോമറേസ്. ടോപ്പോഐസോമറേസ് കൂടുതൽ നമുക്ക് അറിയാവുന്നത് ഗൈറീസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ടോപ്പോഐസോമറേസ് ഉണ്ട്. പിന്നെ വരുന്നതാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് അഥവാ SSBs, ദെൻ പ്രൈമേസ് ആൻഡ് ഫൈനലി DNA പോളിമറേസ്. DNA പോളിമറേസ് പ്രൊകാരിയോട്സിൽ 5 ടൈപ്സ് ആണ് ഉള്ളത്. അതിൽ 5 ടൈപ്സിൽ നമുക്ക് ടൈപ്പ് DNA പോളിമറേസ് 3 ആണ് മെയിൻ DNA പോളിമറേസ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ അതാണ് പറയാ. ദെൻ ഇതിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷൻ പറയാനാണെങ്കിൽ DNA A പ്രോട്ടീൻ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് ആ DNA സ്റ്റാൻഡിനെ ഓപ്പൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ദെൻ ഹെലിക്കേസ് DNA A പ്രോട്ടീൻ അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള അൺവൈൻഡിങ് നടത്തുന്നത് ഹെലിക്കേസ് ആണ്, ഓർ DNA B. ദെൻ ടോപ്പോഐസോമറേസ് ഈസ് മെയിൻലി അത് ടോർഷണൽ സ്ട്രെയിൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഹെലിക്കേസ് ബൈ ഡയറക്ഷനലി മൂവ് ചെയ്ത് അൺവൈൻഡിങ് നടത്തുമ്പോൾ സൂപ്പർ കോയിൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ. സോ അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ടോപ്പോഐസോമറേസിന്റെ ഫംഗ്ഷൻ. ദെൻ സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് ഈ ഓൾറെഡി സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന സ്ട്രാൻഡ്സിന്റെ റീഅനീലിംഗ് പ്രിവെന്റ് ചെയ്യാനാണ് സിംഗിൾ സ്റ്റാൻഡിങ് ബൈൻഡിങ് പ്രോട്ടീൻസ്. പിന്നെ പ്രൈമേസ്, അത് RNA പ്രൈമേഴ്സ് ഉണ്ടാക്കും, കാരണം DNA പോളിമറേസ് അലോൺ കനോട്ട് ഫോം ന്യൂ സ്ട്രാൻഡ്സ്. സോ അതിനുവേണ്ടി RNA പ്രൈമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 10 to 20 ലെങ്ത് വരുന്ന ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ്സ് ആണ്. അത് വെച്ച് RNA പ്രൈമർ ഉണ്ടാക്കുന്നതാണ് പ്രൈമേസ്. ആൻഡ് DNA പോളിമറേസ് ഒബ്വിയസ്ലി നമ്മുടെ DNA റെപ്ലിക്കേഷന്റെ ഇലോങ്ങേഷൻ സ്റ്റെപ്സ് ഒക്കെ ചെയ്യുന്നത് DNA polymerase ആണ്. So that was about the enzymes and proteins. Then DNA polymerase in an important thing about DNA polymerase is it always does the function in 3' to 5'. It always read the DNA strand in 3' to 5' direction, so that the formed DNA അല്ലെങ്കിൽ ആ ടെംപ്ലേറ്റിൽ നിന്ന് ഉണ്ടാവുന്ന DNA strand will be in 5' to 3' direction. So reading will be in 3' to 5' direction. And DNA polymerase in the elongation അല്ലാണ്ടുള്ള ഒരു വേറെ ഫംഗ്ഷൻ പ്രൂഫ് റീഡിംഗ് ആണ്. സോ പ്രൂഫ് റീഡിംഗ് 3' to 5'ഉം 5' to 3'ഉം നടക്കുന്നുണ്ട്. അതിൽ 5' to 3' ആണ് എക്സോന്യൂക്ലിയസ് പ്രൈമർ റിമൂവിംഗ് ആക്ടിവിറ്റി ഉള്ളത്. നമ്മൾ ഇലോങ്ങേഷനിലോട്ട് വരുമ്പോൾ ഡിസ്കസ് ചെയ്യും ഈ പ്രൈമർ റിമൂവിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ, അപ്പോൾ കൂടുതൽ പറയാം. സോ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് DNA പോളിമറേസ് എന്ന് പറയുന്നപ്പോൾ ചെയിൻ ഇലോങ്ങേഷൻ, പ്രോസസിവിറ്റി ആൻഡ് പ്രൂഫ് റീഡിംഗ് ആണ്. ചെയിൻ ഇലോങ്ങേഷൻ നമുക്കറിയാം ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യാന്നുള്ളത്. ദെൻ പ്രോസസിവിറ്റി എന്ന് പറയുന്നത് ബിഫോർ ദ DNA പോളിമറേസ് ഗെറ്റ് ഡിറ്റാച്ച് ഫ്രം ദി ടെംപ്ലേറ്റ് സ്റ്റാൻഡ്
എത്ര ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്തു അതിനുള്ള ഒരു എക്സ്പ്രഷൻ ആണത്. ആൻഡ് ഫൈനലി പ്രൂഫ് റീഡിങ് എന്തെങ്കിലും എറേഴ്സ്, ഇപ്പോൾ DNA സ്റ്റാൻഡിലോട്ട് പുതിയ DNA സ്റ്റാൻഡിലോട്ട് ആഡ് ചെയ്യുന്ന ന്യൂക്ലിയോടൈഡ്സിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷനും ഉണ്ട്. നമുക്കപ്പോൾ പ്രോസസ്സസിലോട്ട് കിടക്കാം. സോ ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ, ഇങ്ങനെ 3 പ്രോസസ്സസ് ആണ് നമുക്കുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ഇനീസിയേഷനിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. സോ ORI recognition by DNA. DNA ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് അവിടെ നിന്ന് ലോക്കൽ എൻവൈൻഡിങ് നടത്തും. ഈക്കോളയിൽ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നത് ഈക്കോളയിൽ ORIC എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ്. സോ അവിടെയാണ് ഫസ്റ്റ് DNA ബൈൻഡ് ചെയ്ത് ലോക്കൽ അൺവൈൻഡിങ് നടത്തുന്നത്. Then it is followed, the further unwinding is done by helicase. So helicase or DNA-B ആണ് ബാക്കിയുള്ള ഫർദർ അൺവൈൻഡിങ് നടത്തുന്നത്. സോ ആസ് എ റിസൾട്ട് നമുക്ക് എന്താവും, ഒരു റെപ്ലിക്കേഷൻ ബബിൾ ഫോം ചെയ്യും. സോ ഈ റെപ്ലിക്കേഷൻ ബബിളിന്റെ അതിൻ്റെ അകത്ത് 2 റെപ്ലിക്കേഷൻ ഫോക്സ് ഉണ്ടാവും. സോ ഹെലിക്കേസ് ക്യാൻ മൂവ് ബൈ ഡയറക്ഷൻലി, ആൻഡ് അതുകൊണ്ടാണ് നമുക്ക് 2 റെപ്ലിക്കേഷൻ ഫോക്സ് ആവുന്നത്. ഇനി വാട്ട് ആർ ദോസ് തിങ്സ് ഇൻ റെപ്ലിക്കേഷൻ ഫോക്ക്? ഒരു റെപ്ലിക്കേഷൻ ഫോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിൻലി 4 കമ്പോണൻസ് ആണ് ഉണ്ടാവുക. ഒന്ന് ഹെലിക്കേസ് കാണും, ഒബ്വിയസ്ലി അതാണല്ലോ നമ്മുടെ അൺവൈൻഡിങ് ചെയ്തിരുന്നത്. ദെൻ നമുക്ക് ഉണ്ടാവുന്നതാണ് സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻസ്. കാരണം ഈ അൺബൈൻഡ് ചെയ്തിരിക്കുന്നത് തിരിച്ച് ജോയിൻ ആവരുത്, റീഅനീലിംഗ് സംഭവിക്കരുത്. അപ്പൊ അതിനുവേണ്ടി സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് ഉണ്ടാവും. ദാറ്റ് പ്രിവെന്റ്സ് ദി റീഅനീലിംഗ് ആസ് വി സെറ്റ്. പിന്നെ ഉള്ളതാണ് പ്രൈമേസ്. പ്രൈമേസിനെ പറ്റി നമ്മൾ ഇലോങ്ങേഷനിലോട്ട് വരുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ പ്രൈമേസിനെ പറ്റി പറയും. ആൻഡ് ഫൈനലി DNA polymerase. So these are the 4 components. These 4 components will be there in a DNA replication fork. The next is RNA primer synthesis. So RNA primase ആണ് RNA primers ഉണ്ടാക്കുന്നത്. സോ ഇതിന് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ DNA polymerase alone cannot synthesize അല്ലെങ്കിൽ cannot attach nucleotides to a bare strand. അപ്പോഴാണ് primase will make short RNA strands. ഒരു 10 to 20 nucleotides length വരുന്ന RNA primers ഉണ്ടാക്കും. These primers will get attached first to the 3' hydroxyl end, forming a phosphodiester bond. പിന്നെ ഈ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോർമേഷൻ സമയത്ത് ഒരു പൈറോഫോസ്ഫേറ്റ് റിലീസ് ചെയ്യും. അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഹൈഡ്രോളിസിസ് ഓഫ് ദിസ് പൈറോഫോസ്ഫേറ്റ് വിൽ ഹെൽപ്പ് ഇൻ മൂവിങ് ഇൻ ഫർദർ റിയാക്ഷൻസ്. എനർജി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ പൈറോഫോസ്ഫേറ്റ് ഹൈഡ്രോളിസിസ് ആണ്. സോ ദാറ്റ് വാസ് അബൌട്ട് ഇനീസിയേഷൻ. സോ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ റെക്കഗ്നിഷൻ നടന്നു. അവിടെ ലോക്കൽ അൺവൈൻഡിങ് ബൈ DNA പ്രോട്ടീൻ, ഈക്കോളയിലാണെങ്കിൽ ORIC എന്ന് പറയുന്നതാണ് ലൊക്കേഷൻ. പിന്നെ then an important thing is the origin of replication would be usually AT, adenine thymine rich region. Then അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലോക്കൽ അൺവൈൻഡിങ് നടന്നു. പിന്നെ അതിനുശേഷം ഫർദർ അൺവൈൻഡിങ് ബൈ DNA-B അഥവാ ഹെലിക്കേസ്, ദാറ്റ് വിൽ ഡു ബൈ ഡയറക്ഷണൽ അൺവൈൻഡിങ്. പിന്നെ അൺവൈൻഡിങ് കാരണം ഉണ്ടാകുന്ന ടോർഷണൽ സ്ട്രെയിൻ ഒഴിവാക്കാനായിട്ട് ടോപ്പോ ഐസോമറേസ് ഗൈറീസ് ഉണ്ടാവും. ആൻഡ് ദെൻ സിംഗിൾ SSBs വിച്ച് വിൽ പ്രിവെന്റ് റീഅനീലിംഗ്. ഈ ഡിറ്റാച്ച് ആയിട്ടിരിക്കുന്ന ഈ സ്ട്രാൻഡ്സ് വീണ്ടും അറ്റാച്ച് ആവരുത്. അപ്പൊ അതിനുവേണ്ടി റീഅനീലിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് SSBs ഉള്ളത്. ദിസ് വുഡ് റിസൾട്ട് ഇൻ ഫോർമേഷൻ ഓഫ് എ റെപ്ലിക്കേഷൻ ബബിൾ വിത്ത് 2 റെപ്ലിക്കേഷൻ ഫോക്സ്. സോ ഓരോ റെപ്ലിക്കേഷൻ ഫോക്കിൽ ഉണ്ടാവുന്ന 4 കമ്പോണൻസ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് ദി RNA primers. സോ പ്രൈമേസ് ആണ് RNA primers ഉണ്ടാക്കുന്നത്, അതും പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വിൽ ബി സീയിങ് ഇലോങ്ങേഷൻ. സോ ഇലോങ്ങേഷനിലാണ് DNA പോളിമറേസിന്റെ മെയിൻ ഫംഗ്ഷൻ വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ഡയറക്ഷൻ ഓഫ് ഇലോങ്ങേഷൻ. DNA polymerase will read the DNA strand from 3' to 5' direction. 3' to 5' റീഡിങ് മാത്രമേ അതിനുള്ളൂ. പിന്നെ നമ്മൾ ആസ് വി സെഡ് അബൌട്ട് ദി ഫംഗ്ഷൻസ്, പ്രൂഫ് റീഡിംഗ് ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ ചെയിൻ ഇലോങ്ങേഷൻ ഫംഗ്ഷൻ ഉണ്ട്. സോ ഫസ്റ്റ് ചെയിൻ ഇലോങ്ങേഷൻ ഫംഗ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. സോ ഇൻ 3' to 5' ഡയറക്ഷനിൽ ഉണ്ടാവുന്ന DNA strand will be the leading strand which will be towards the replication fork. സോ ലീഡിങ് സ്റ്റാൻഡിന് ഒരൊറ്റ RNA പ്രൈമർ മതി. ആ RNA പ്രൈമറിന്റെ അവിടെ നിന്ന് ബാക്കി ന്യൂക്ലിയോടൈഡ്സ് DNA പോളിമറേസ് ആഡ് ചെയ്ത് ഒരു പുതിയ സ്റ്റാൻഡ് ഉണ്ടാക്കും. ബട്ട് ഇൻ ദി അതർ സ്റ്റാൻഡ് വിച്ച് വിൽ ബി ഇൻ 5' to 3', അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ RNA പ്രൈമേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ RNA പ്രൈമേഴ്സിന്റെ അവിടെയും DNA പോളിമറേസ് ഫസ്റ്റ് ഒരു RNA പ്രൈമറിന്റെ അവിടെ അറ്റാച്ച് ചെയ്ത് അവിടുന്ന് ഒരു
ഫർദർ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് ദെൻ അവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് നെക്സ്റ്റ് RNA പ്രൈമറിൽ പോയിട്ട് അവിടുന്ന് അടുത്ത സിന്തസിസ്, ഇങ്ങനെ മൾട്ടിപ്പിൾ ഷോർട്ട് സ്ട്രാൻഡ്സ് ആയിട്ടാണ് സിന്തസൈസ് ചെയ്യുക. ദീസ് ഷോർട്ട് സ്ട്രാൻഡ്സ് നമുക്കറിയാം ഒക്കാസാഗി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്ന ഒക്കാസാഗി ഫ്രാഗ്മെന്റ്സ് എന്നാണ് ഈ ഷോർട്ട് സ്ട്രാൻഡ്സിനെ പറയാം. ആൻഡ് ലേറ്റർ DNA ലൈഗേസ് ആണ് ഈ ഒക്കാസാഗി ഫ്രാഗ്മെന്റ്സിനെ ഒരു സിംഗിൾ സ്ട്രാൻഡ് ആക്കി മാറ്റുന്നത്. സോ അതിനു മുന്നേ ഈ RNA പ്രൈമേഴ്സ് ഉണ്ടല്ലോ, ഈ RNA പ്രൈമേഴ്സ് നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് DNA പോളിമറേസ് തന്നെയാണ് അവിടെയും നമുക്ക് അതിന്റെ പ്രൂഫ് റീഡിങ് എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി വഴി അത് RNA പ്രൈമേഴ്സ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ അതിനുവേണ്ടി DNA പോളിമറേസ് 1 അതാണ് ഈ RNA പ്രൈമേഴ്സ് റിമൂവിങ് ആൻഡ് റീഅനീലിംഗ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ DNA പോളിമറേസ് 1 ഇതിന്റെ ഫംഗ്ഷൻ ആണ് ഈ RNA പ്രൈമേഴ്സ് റിമൂവ് ചെയ്ത് അവിടെ DNA അറ്റാച്ച് ചെയ്ത് ആ ഗ്യാപ്സ് അല്ലെങ്കിൽ ആ നിക്സ് ഫില്ല് ചെയ്യുക എന്നുള്ളത് DNA പോളിമറേസ് 1ന്റെ ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ പറഞ്ഞു 5 DNA പോളിമറേസ് ഇൻ ടോട്ടൽ ഉണ്ട്. അതിൻ്റെ അകത്ത് DNA പോളിമറേസ് 1ന്റെ ഫംഗ്ഷൻ ആണിത്. 3 ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഇലോങ്ങേഷന് പറയുന്നത്. സോ ദാറ്റ് വാസ് അബൌട്ട് ഇലോങ്ങേഷൻ. ആൻഡ് DNA ലൈഗേസ് റിക്വയർസ് ATP ഹൈഡ്രോളിസിസ്. ATP ഹൈഡ്രോളിസിസ് ഉണ്ടെങ്കിൽ DNA ലൈഗേസിന്റെ ചെയിൻ മൾട്ടിപ്പിൾ ഫ്രാഗ്മെന്റ്സ് സിംഗിൾ ആക്കുന്ന ഒരു അത് നടക്കണമെങ്കിൽ ATP ഹൈഡ്രോളിസിസിന്റെ ആവശ്യമുണ്ട്. ആൻഡ് ഫൈനലി ദ ഫൈനൽ സ്റ്റെപ്പ് ഇസ് ടെർമിനേഷൻ. സോ termination is by the binding of a protein called TUS, which is terminus utilization substance. So TUS അഥവാ terminus utilization substance will bind to a specific site which is a replication termination sites that would end the elongation process and would result in the formation of a new DNA strand. So that was about the DNA replication the 3 steps. So initiation, elongation and termination. So and finally നമ്മൾ പറഞ്ഞു ഇൻഹിബിറ്റേഴ്സ് ചോദിക്കാം, ഷോർട്ട് നോട്ട് ആയിട്ട് സെപ്പറേറ്റ് ചോദിക്കാം. സോ ഇൻഹിബിറ്റേഴ്സ് ഓഫ് prokaryotic replication, these are antibacterial agents that mainly target the bacterial enzymes and do not significantly affect our like human cells. കൂടുതലും ബാക്ടീരിയൽ സെൽസിനെ മാത്രമേ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. സോ അത് ആന്റിബാക്ടീരിയൽസ് ആണ്. സിപ്രോഫ്ലോക്സാസിൻ, nalidixic acid and novobiosine. So these are the inhibitors of DNA replication in prokaryote. So novobiosine, so these would generally inhibit gyrase. Gyrase in the activity ആണ് inhibit ചെയ്യുക. So gyrase topoisomerase സൂപ്പർ കോയിലിംഗ് പ്രിവെന്റ് ചെയ്യുന്ന, സോ ആ ഒരു പോയിന്റിലാണ് ഇൻഹിബിറ്റ് ചെയ്യാൻ പോകുന്നത്. So that was about the DNA replication in prokaryotes. So അടുത്തത് നമ്മൾ eukaryotic replication ആണ്. കുറച്ച് key differences ഉണ്ട്. So first we will discuss that. ആദ്യത്തെ ഡിഫറൻസ് ആണ് DNA സ്ട്രക്ചർ. യൂക്കാരിയോട്സിൽ ലീനിയർ DNA ആണ്, വെരി ലോങ് ലീനിയർ DNA. whereas in prokaryotes it was circular DNA. സോ അതുകൊണ്ട് തന്നെ ഉള്ളൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. യൂക്കാരിയോട്സിൽ മൾട്ടിപ്പിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻസ് ഉണ്ട്. ദീസ് ആർ നോൺ ആസ് ARS, ഓട്ടോണോമസ് റെപ്ലിക്കേറ്റിംഗ് സീക്വൻസസ് ഓർ റെപ്ലിക്കേറ്റേഴ്സ്. സോ ആസ് എ റിസൾട്ട് ഈ ഓരോ ORAയിലും നടക്കുന്ന അൺവൈൻഡിങ് കാരണം മൾട്ടിപ്പിൾ റെപ്ലിക്കേഷൻ ബബിൾസ് ഉണ്ടാവും. ദ നെക്സ്റ്റ് ഇസ് റെപ്ലിക്കേഷൻ പ്രോട്ടീൻ A, which has similar function of that SSBs. റീഅനീലിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള യൂക്കാരിയോട്സിലുള്ള പ്രോട്ടീനാണ് RPA. ദെൻ RNA പോളിമറേസസ്. യൂക്കാരിയോട്സിലും 5 RNA പോളിമറേസസ് ആണുള്ളത്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ആൻഡ് എപ്സിലോൺ. സോ അതിൽ ഓരോന്നിനും ഡിഫറെന്റ് ഫംഗ്ഷൻ ആണുള്ളത്. DNA polymerase alpha has primase activity. Prokaryotes
RNA പ്രൈമർ ഉണ്ടാക്കാനായിട്ട് പ്രൈമേസ് ഒരു സെപ്പറേറ്റ് എൻസൈം ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ബട്ട് ഇതിൽ DNA പോളിമറേസ് ആൽഫയാണ് പ്രൈമേസ് ആക്റ്റീവ് RNA പ്രൈമേഴ്സ് ഉണ്ടാക്കുന്നത്. Then we have DNA polymerase beta, റിപ്പയർ ഫങ്ഷൻസ് ആണുള്ളത്. ദെൻ ഗാമ മൈറ്റോകോൺഡ്രിയൽ DNA സിന്തസിസിന് ആണ് ചെയ്യുന്നത്. ദെൻ ഡെൽറ്റ ആൻഡ് എപ്സിലോൺ ആണ് നമ്മുടെ ഇലോങ്ങേഷൻ ഫംഗ്ഷൻ ഉള്ളത്. ഡെൽറ്റ ഇസ് ഫോർ ലാഗിങ് സ്ട്രാൻഡ് ആൻഡ് എപ്സിലോൺ ഇസ് ഫോർ ലീഡിങ് സ്ട്രാൻഡ്. ദെൻ വി ക്യാൻ സി അബൌട്ട് ദി ഡിഫറെന്റ് പ്രോട്ടീൻസ്. ബാക്കി ഉള്ള പ്രോട്ടീൻസ് അപ്പാർട്ട് ഫ്രം DNA പോളിമറൈസ്, ഹെലിക്കേസ്, ടോപ്പോഐസോമറേസ്, RPA, ലൈഗേസ്, ഇത് കൂടാതെ ഉള്ളതാണ്. അതിൽ ഫസ്റ്റത്തെയാണ് ORC, വിച്ച് ഈസ് ഒറിജിൻ റെക്കഗ്നീഷൻ കോംപ്ലക്സ്. സോ നമ്മൾ പറഞ്ഞ ഈ ORI, വിച്ച് ആർ ദി ARS ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ് ഒറിജിൻ റെപ്ലിക്കേഷൻ കോംപ്ലക്സിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഇസ് MCM, മിനി ക്രോമസോം മെയിൻ്റെനൻസ് കോംപ്ലക്സ്. ഒരു ഹെലിക്കേസിന് സിമിലർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണുള്ളത്. That binds with ORC. So initial step of separation, initial parental strand separation action ഉണ്ട്. Then we have replication protein A, as we told about SSB ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ replication protein A. Then replication factor C. What it does is it binds to RNA primer and act as a clamp loader for pCNA. Now what is pCNA? So pCNA is actually the proliferating cell nuclear antigen that forms a circular clamp around the DNA, and it moves freely along the length of the DNA. Thus it is called as a sliding clamp. അതായത് ഈ PCNA എന്ന് പറയുന്നത് ഒരു നമ്മുടെ പാരന്റ് സ്ട്രാൻഡിൽ ഒരു ക്ലാമ്പ് പോലെ ഫോം ചെയ്തിട്ട് അലോങ് വിത്ത് RPC, replication protein C കൂടെ ജോയിൻ ചെയ്ത് it would form as a clamp and it moves along the parent DNA. That's its function. So that the DNA polymerases delta and epsilon can associate with it. Then last one is flap endonuclease 1, FEN1, flap endonuclease. So it, with the help of RNase H, helps in removal of RNA primers from Okazaki fragments. That is മെയിൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ RNA പ്രൈമേഴ്സ് റിമൂവ് ചെയ്യുക, അതിനുള്ളതാണ് ഈ ഫ്ലാപ്പ് എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. നൗ നമുക്ക് പ്രോസസ്സിലോട്ട് കിടക്കാം. സെയിം പ്രോസസ്, സെയിം സ്റ്റെപ്സ്: ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. സോ ഫസ്റ്റ് ഇനീസിയേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ORC, ഇറ്റ് റെക്കഗ്നൈസസ് ARS, അതായത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ് റെക്കഗ്നൈസ് ചെയ്ത് അവിടെ ബൈൻഡ് ചെയ്യുന്നു. Then comes MCM complex, mini chromosome maintenance complex. So similar helicase activity ഉള്ള കാരണം തന്നെ it is involved in strand separation. Then നമ്മുടെ replication protein A, single strand binding protein activity re-annealing prevent ചെയ്യുന്നു. And DNA polymerase alpha RNA primers ഉണ്ടാക്കുന്നു. ആൻഡ് പ്രൊകാരിയോട്സിൽ പറഞ്ഞത് തന്നെ എക്സ്റ്റൻസ് അറ്റാച്ച് ചെയ്തിട്ട് DNA പോളിമറേസിന് ഫർദർ ആക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബേസ് കൊടുക്കുന്നു. ദാറ്റ് വാസ് അബൌട്ട് ഇനീസിയേഷൻ. ദ നെക്സ്റ്റ് ഈസ് ഇലോങ്ങേഷൻ. അതിൽ ഇലോങ്ങേഷനിൽ നമ്മൾ ലീഡിങ് സ്ട്രാൻഡിനെ പറ്റി പറയാനാണെങ്കിൽ റെപ്ലിക്കേഷൻ ഫാക്ടർ C പ്രൈമർ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു ആൻഡ് PCNA ലോഡ് ചെയ്യും. സോ ആദ്യം ഈ റെപ്ലിക്കേഷൻ ഫാക്ടർ C നമ്മുടെ RNA പ്രൈമറിനെ ബൈൻഡ് ചെയ്തിട്ട് PCNA ലോഡ് ചെയ്ത് ക്ലാമ്പ് ഫോർമേഷൻ സംഭവിക്കുന്നു. ദെൻ ഈ സ്ലൈഡിങ് ക്ലാമ്പിലോട്ട്, ഈ ഫോം ചെയ്തിരിക്കുന്ന ക്ലാമ്പിലോട്ടാണ് DNA
പോളിമറൈസ് എപ്സിലോൺ. കാരണം ലീഡിങ് സ്ട്രാൻഡിൽ DNA പോളിമറൈസ് എപ്സിലോൺ ആണ് ഫർദർ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുന്നത്, അറ്റാച്ച് ചെയ്യുന്നു. ദെൻ പോളിമറൈസേഷൻ നടക്കുന്നു, ലീഡിങ് സ്ട്രാൻഡ് സിന്തസൈസ് നടക്കുന്നു. ഇവിടെയും DNA പോളിമറൈസിന്റെ ഫംഗ്ഷൻ റീഡിങ് ഇസ് ഫ്രം 3' to 5' ഡയറക്ഷൻ. ദെൻ ലാഗിങ് സ്ട്രാൻഡിലോട്ട് വരുമ്പോഴാണ് ഡിഫറൻസ് വരുന്നത്. പ്രൈമേസ് ആക്ടിവിറ്റി, DNA പോളിമറൈസ് ആൽഫ വരെ പറഞ്ഞ പ്രൈമേസ് ആക്ടിവിറ്റി RNA പ്രൈമർ ഉണ്ടാക്കുന്നു, അറ്റാച്ച് ചെയ്യുന്നു. ഒരു 10 ന്യൂക്ലിയോടൈഡ്സിന് ശേഷം what it does is RNA polymerase extends the primer with about ഒരു 15 to 30 deoxyribonucleotides വെച്ച് extend ചെയ്യും before it get detached. Then നമ്മുടെ replication factor C, it loads pCNA, clamp formation. So യൂക്കാരിയോട്സിന് ഒരു മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് സിൻസ് DNA is linear, അവസാനത്തെ RNA പ്രൈമർ എടുത്തു കളഞ്ഞ DNA പോളിമറേസിന് ഫർദർ സിന്തസൈസ് ചെയ്യാനായിട്ട് പാരന്റ് സ്ട്രാൻഡ് കാണില്ല. സോ ഇറ്റ്സ് ആൻ അത് റിമൂവ് ചെയ്യാനായിട്ടാണ് ടീലോമിയേഴ്സ്. സോ ആക്ച്വലി ടീലോമിയേഴ്സ്, these are located at the ends. Telomeres, these are actually non-coding sequences that are located at the end of the linear DNA. So these are usually TTAGGG sequences, which are non-coding sequences. അതായത് ഇവർ ഒരു പ്രോട്ടീനും കോഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രൊട്ടക്ഷൻ. ഒരു ക്യാപ്പ് പോലും അല്ലെങ്കിൽ ആ ഒരു DNA-യുടെ ആ ഒരു ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണുള്ളത്. സോ ദാറ്റ് എപ്പോഴും ഇപ്പൊ ഈ ലാസ്റ്റത്തെ RNA പ്രൈമർ പോയി അവിടെ വെച്ച് റെപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ കോഡ് ചെയ്യേണ്ട ഒരു സീക്വൻസ് ആണ് നഷ്ടപ്പെടുന്നത്. അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് പോവാണ്ടിരിക്കാൻ വേണ്ടി ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ് ഈ ടീലോമിയേഴ്സ് എന്ന് പറയുന്നതിനുള്ളത്. നൗ ഈ ടീലോമിയേഴ്സിന്റെ നോൺ കോഡിംഗ് സീക്വൻസസ് we know that they consist of several thousand tandem repeats, number of repeats of non-coding telomere hexameric sequence എന്ന് പറയുന്നത് ഈ TTAGGG എന്ന് പറയുന്ന സീക്വൻസ്. പിന്നെ ഇതിൽ G-rich strand will be longer than its complementary C-rich strand. സോ ഒരു ഓവർഹാങ്ങിങ് സ്ട്രാൻഡ് എപ്പോഴും ബാക്കിയുണ്ടാവും. സോ ദാറ്റ് വാസ് അബൌട്ട് ടീലോമിയർ. ആൻഡ് ഈ ടീലോമിയർ ഉള്ളതിന് ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ ആഫ്റ്റർ ഈച്ച് റെപ്ലിക്കേഷൻ ടീലോമിയർ ഷോർട്ടനിങ് നടക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ടീലോമറേസ്. ഈ ടീലോമിയർ ഷോർട്ടനിങ് സംഭവിച്ചാൽ എന്താണ്ടാന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ലെങ്ത് ലൈക്ക് ദി whole of the DNA will get shorter and shorter after each replication. അപ്പൊ അത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ the cell or that cell can go to senescence. So stem cellസിലും stem cells, cancer cells അതേപോലെ തന്നെ germ cellസിലും ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ടീലോമറേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. that prevents ഈ telomeric shortening, അത് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ളത്. So that was about the telomere and telomerase.
ഈ ടീലോമറേസിന്റെ ഒരു ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബിക്കോസ് ടീലോമറേസ് ആബ്സെന്റ് ആണെങ്കിൽ ഷോർട്ടനിങ് നടന്ന് സെൽ ക്യാൻ ഗോ ടു സെനസെൻസ് ആൻഡ് അതുകൊണ്ട് തന്നെ ഏർലി ഏജിങ് പ്രീമച്യൂർ ഏജിങ്ങിനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻ ക്യാൻസർ കീമോതെറാപ്പിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ഒരു ഇമ്പോർട്ടൻ്റ് ടാർഗറ്റ് ഇസ് telomere. Telomerase is an important target. Then last is so that was about the termination. So അവിടെ വെച്ച് നമ്മുടെ full replication തീരുന്നു. And since in eukaryotes nucleosome formation വേണം, so this formed DNA reassemble ചെയ്ത് ഒരു nucleosome ആവും. That's it about the replication purpose. And then nucleosomes എല്ലാം കൂടെ പാക്കേജ് ചെയ്ത് chromosomes ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. That's it. And finally about the inhibitors of eukaryotic DNA replication. So ഇതിൽ നമ്മൾ പറയുന്നത് ആന്റി ക്യാൻസർ ഡ്രഗ്സ് ആൻഡ് ആന്റി വൈറൽ ഡ്രഗ്സ് ആണ്. ആന്റി ക്യാൻസർ ആൻഡ് ആന്റി വൈറൽ ഡ്രഗ്സ്. So this anti cancer drugs inhibits the human enzymes. In prokaryotes നമ്മൾ പറഞ്ഞിരുന്നത് അത് ആന്റി ബാക്ടീരിയൽ ഡ്രഗ്സ് ആയിരുന്നു. ഹിയർ ഇറ്റ് ഈസ് ആന്റി ക്യാൻസർ ഡ്രഗ് ദാറ്റ് ഇൻഹിബിറ്റ്സ് ദി ഹ്യൂമൻ എൻസൈംസ്. സോ സെൽ സൈക്കിൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ ഫർദർ നടക്കില്ല. സോ അതിൽ വരുന്നതാണ് കുറച്ച് എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ ഇറ്റോപ്പോസൈഡ്, അഡ്രിയാമൈസിൻ എക്സെട്ര. ടോപ്പോഐസോമറേസ് ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യണം. ഹ്യൂമൻ ടോപ്പോഐസോമറേസ് ഇൻഹിബിറ്റ് ചെയ്യുന്നു. Then we have 6-mercaptopurine, then 5-fluorouracil, etc. These are nucleotide analogs. And finally antiviral drugs. Example is pseudorudin. So that was about the inhibitors of DNA replication. So നമ്മൾ eukaryotic DNA replication ൽ പറയുന്നത് ആന്റി ക്യാൻസർ ഇൻഹിബിറ്റേഴ്സിൽ പറയുന്നതാണ് ആന്റി ക്യാൻസർ ആൻഡ് ആന്റി വൈറൽ ഡ്രഗ്സ്. സോ ആന്റി ക്യാൻസർ ഡ്രഗ്സിന് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ആണ് എറ്റോപ്പോസൈഡ് ആൻഡ് അഡ്രിയാമൈസിൻ വിച്ച് ആർ ടോപ്പോഐസോമറേസ് ഇൻഹിബിറ്റേഴ്സ്, and 6-mercaptopurine and 5-fluorouracil which are nucleotide analogs that inhibit the normal DNA synthesis. Then antiviral drugs, example is acidorudine. So that was about the DNA replication in eukaryotes. So നമ്മളൊന്ന് so important things is to note, നമ്മൾ key differences നോട്ട് ചെയ്യണം. പ്രൊകാരിയോട്സ് നിന്നും യൂകാരിയോട്സിന്റെ replicationന്റെ key differences നോട്ട് ചെയ്യണം. മെയിൻലി ഡിഫറൻസസ് നമ്മൾ പറഞ്ഞ DNA സ്ട്രക്ചറിലും പിന്നെ DNA പോളിമറേസ് അതിലൊക്കെയാണ് ഡിഫറൻസസ്. പിന്നെ ടെർമിനേഷൻ. സോ ടെർമിനേഷനിൽ ടീലോമിയേഴ്സിനെ പറ്റി വേണമെങ്കിൽ സെപ്പറേറ്റ് ഷോർട്ട് നോട്ട് ചോദിക്കാം. സോ അതും നോട്ട് ചെയ്യണം. സോ that was about the topic. I hope you understand. Thank you.